പഴയ നിയമത്തിൽ മൃഗബലികളിലൂടെ ജനത്തിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരുന്നുവെന്ന് അവർ വിശ്വസിച്ചുവെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ജനത്തിന്റെ പാപങ്ങളും കടങ്ങളും അപരാധങ്ങളും യേശുവിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടുകയാണ്. കുഞ്ഞാടിന്റെ രക്തത്താൽ നമുക്ക് വിശുദ്ധീകരണമുണ്ട്, വിടുതലുണ്ട്. യേശുവിന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ കടുത്ത പീഡാസഹനത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുവാൻ. അതിന് ഒരുക്കമായിട്ട് തന്റെ പ്രിയ ശിഷ്യന്മാരുടെ ഓരോരുത്തരുടെയും കാൽപാദങ്ങൾ യേശു കഴുകി. മാനവരാശിയുടെ രക്ഷകൻ, ദൈവത്തിന്റെ പുത്രൻ, സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവത്തിന്റെ ഏകജാതൻ, ദൈവം തന്നെയായ യേശു കാൽപാദങ്ങൾ കഴുകി. പത്രോസ് പറയുന്നുണ്ട്, അങ്ങനെ കഴുകണ്ട, എനിക്കതിന് യോഗ്യതയില്ല. യേശു പറയുന്നു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ എന്നോടുകൂടി നിനക്ക് പങ്കില്ല. എന്റെ സഹനത്തിൽ നീ പങ്കാളിയാവണം, എന്റെ രക്തം നീ കുടിക്കണം, എന്റെ ശരീരം ഭക്ഷിക്കണം, ഞാൻ എന്റെ പരിശുദ്ധ രക്തം കൊണ്ട് നിന്നെ കഴുകും. എളിമയുടെ മഹത്തായ ഒരു വെളിപ്പെടുത്തലാണ് അവിടെ സംഭവിക്കുന്നത്.